ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോജി ജോൺ. മാർ തേഫ്ലോസ് ട്രെയിനിങ് കോളേജിലെ അധ്യാപകനാണ്. തൊട്ട് മുമ്പത്തെ വർഷത്തെ 2020 ടെക്നോളജി ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും അതിൻ്റെ ഉത്തരങ്ങളിലേക്കും സ്നേഹപൂർവ്വം എല്ലാവർക്കും സ്വാഗതം. മാജിക് മോട്ടിവേഷൻ ഒരു മോട്ടിവേഷണൽ ചാനലാണ്. അതോടൊപ്പം BEdൻ്റെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം ഈ ചാനൽ വിശദീകരിക്കുന്നുണ്ട്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയും ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. BEdന് നല്ല മാർക്ക് വാങ്ങാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ 20 മാർക്കിന് ശ്രദ്ധയോടുകൂടെ എഴുതി നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ചേഞ്ചിങ് ഫ്രം വൺ ഇമേജ് ടു അനദർ ബൈ സ്മോൾ ഗ്രാജുവൽ സ്റ്റെപ്സ് യൂസിങ് കമ്പ്യൂട്ടർ ആനിമേഷൻ ടെക്നിക്സ് ഈസ് കോൾഡ് മോർഫിംഗ്. ചേഞ്ചിങ് ഫ്രം വൺ ഇമേജ് ടു അനദർ ബൈ സ്മോൾ ഗ്രാജുവൽ സ്റ്റെപ്സ് യൂസിങ് കമ്പ്യൂട്ടർ ആനിമേഷൻ ടെക്നിക്സ് ഈസ് കോൾഡ് മോർഫിംഗ്. NPTELൻ്റെ ഫുൾ ഫോം എന്താണ്? NPTEL നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. മൂന്നാമത്തെ ചോദ്യം, അണ്ടർ IT ആക്ട് ദ പണിഷ്മെൻറ്റ് ഗിവൻ ഫോർ സൈബർ ടെററിസം മേ എക്സ്റ്റെൻഡ് ടു imprisonment for life. What do we call the correct or acceptable way of using internet? നെറ്റിക്കറ്റ്. ഇൻ്റർനെറ്റിലെ മര്യാദയാണ്. എറ്റിക്കറ്റ് ഇൻ ഇൻ്റർനെറ്റ് ആണ് നെറ്റിക്കറ്റ്. പ്ലേജിയറിസം, കൂട്ടത്തിൽ പ്ലേജിയറിസം എന്നുള്ള ഒരു ടേമും കൂടെ ഉണ്ട്. അതും കൂടെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. മറ്റുള്ള ആളുകളുടെ ആശയങ്ങൾ അവരുടെ അനുവാദം കൂടാതെ അവർക്ക് ക്രെഡിറ്റ് കൊടുക്കാതെ നമ്മുടെ ആശയമായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്ലേജിയറിസം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബ്രൗസർ? ലിനക്സ് ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ഈസ് ദ ഇൻ്റലക്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി encompassing the systematic study of the structure and behavior of the physical and natural world through observation and experiment. നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും കാര്യകാരണങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കണ്ടുപിടിച്ച് തിയറികൾ ഡെവലപ്പ് ചെയ്യുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോളജ് അക്യുമുലേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ടെക്നോളജി ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ്, ക്രിയേഷൻ ഓഫ് പ്രോഡക്ട്സ് ബേസ്ഡ് ഓൺ സയൻസ്. ടെക്നോളജി ശാസ്ത്രത്തിൻ്റെ ആപ്ലിക്കേഷൻ വശമാണ്. ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ഉപയോഗിച്ച് പുതിയ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ടെക്നോളജി. വാട്ട് ഡു യു മീൻ ബൈ ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി? ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ഇമ്പാർട്ടിംഗ് നോളജ് ആൻഡ് ഇഫക്റ്റീവ്ലി മോഡിഫൈയിങ് ബിഹേവിയർ. ഇറ്റ് ഈസ് ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, യൂട്ടിലൈസേഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് പ്രോസസ്സസ് ആൻഡ് റിസോഴ്സസ് ഫോർ ലേണിംഗ്. എന്താണ് ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി? ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന ടെക്നോളജി കൂടുതൽ ഇഫക്റ്റീവായി കുട്ടികളിൽ വർത്തന വ്യതിയാനം, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി. Write any 4 examples of print media. Periodicals, newspaper, magazines, journals, newsletter എല്ലാം പ്രിൻ്റ് മീഡിയയ്ക്ക് ഉദാഹരണമാണ്. വാട്ട് ഈസ് മെൻ ബൈ ടെലികോൺഫറൻസിങ്? ഹോൾഡിംഗ് ഡിസ്കഷൻസ് എമംഗ് പാർട്ടിസിപ്പൻസ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് യൂസിങ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഓഡിയോ, വീഡിയോ എന്നിങ്ങനെ ടെലികോൺഫറൻസിങ്ങിനെ പ്രധാനമായി രണ്ടായി തരംതിരിക്കാം. വാട്ട് ഈസ് സൈബർ ബുള്ളിയിങ്? ദ യൂസ് ഓഫ് communication to bully a person, typically by sending messages of threatening nature. സൈബർ ബുള്ളിയിങ് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ ടെക്നോളജി ഉപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതിനെയാണ് സൈബർ ബുള്ളിയിങ്. ആളുകളെ അസ്വസ്ഥതപ്പെടുത്തുന്നതിനെയാണ് സൈബർ ബുള്ളിയിങ് എന്ന് വിളിക്കുന്നത്. 11. ഡിസ്റ്റിങ്വിഷ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻ കമ്പ്യൂട്ടർ.
It is like body and mind. The physical part is hardware and the abstract crucial factor is the software. Computer hardware includes own physical devices such as monitor, keyboard, mouse, printer, CPU, etc. Software of a computer refers to the computer programs, a collection of codes installed in computer's hard drive which executes action. It is stored in and executed by computer hardware. What is EduSat? EduSat is the world's first dedicated educational satellite that provides India with satellite-based two-way communication to classrooms for delivering educational material. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെയും ഗ്രാമങ്ങളിലൊക്കെയുള്ള വിദ്യാലയങ്ങൾക്ക് ടെക്നോളജി ഉപയോഗിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് കൊടുക്കുക. IIT, IIM അങ്ങനെയുള്ള വലിയ സ്ഥാപനങ്ങളിലെ പ്രൊഫസേഴ്സിൻ്റെ ടോക്കുകളും കൂടെ ഗ്രാമങ്ങളിലെ കലാലയങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് EduSatൻ്റെ ഉദ്ദേശം. Also known as GSAT-3. It is the educational satellite launched by ISRO. Write the difference between magazine and journal. A magazine is a periodical aimed at the general public, which contains news, opinions, personal narratives, etc. Journals are scholarly periodicals aimed at researchers or specialists. It is academic in nature. Explain the meaning of the term blog. Blog is a short form of weblog. A blog is a website that is used like a diary. Many people create a blog and then write regularly about things they have been doing or events which have taken place. Posts can also include links to other sites. People can read the blog entries and post comments as feedback. What are virtual labs? In virtual labs, we use a computer device to do the experiments which are usually conducted in a laboratory. The virtual labs are fully interactive stimulations in which students perform experiments, collect data, and answer questions to assess their understanding. ഒരു ലാബിൽ പരീക്ഷണം നടത്തുന്നത് പോലെ വെർച്വൽ ലാബിൽ കുട്ടികൾക്ക് സോഡിയവും ക്ലോറിനും ഒരുമിച്ച് ചേർത്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കാം, അല്ലെ സോഡിയം ക്ലോറൈഡിനെ വിഘടിപ്പിച്ച് സോഡിയം ക്ലോറിനും ആക്കാം. അപ്പോഴുണ്ടാകുന്ന പ്രത്യേകതകളെല്ലാം ആ വെർച്വൽ ലാബിൽ ആ ഡിവൈസിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് വെർച്വൽ ലാബ്. The labs combine animations, illustrations and videos to convey key information and engage students in the process of science. ഇത്രയും ചോദ്യങ്ങളാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ. ഇനിയുള്ള അടുത്ത ചോദ്യം ഷോർട്ട് നോട്ടാണ്. 6 എണ്ണത്തിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. സ്റ്റേറ്റ് എനി 5 ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. 1. To formulate behavioral objectives. 2. To analyze learner characteristics. 3. To organize the content or subject matter in logical sequence. 4. To present content effectively. 5. To provide feedback to learners. 6. To determine the effectiveness of teaching and learning process. 7. To evaluate the learners' performance. ലേണേഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ. 8. To develop appropriate teaching techniques. 9. To develop suitable learning aids. 10. To evaluate the effectiveness of instructional system. 11. What are the subcategories of teacher talk? What are the subcategories of teacher talk in FIACS? Accepts feelings, praises or encourages, accepts or uses the ideas of students, asks questions, lectures, gives directions, criticizes or justifies authority.
ഫ്ലാൻഡേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എസ് എ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് SIET. State Institute of Education Technology is important for India and since it engages in the following activities: planning research, production of digital content, evaluation of digital content, creation of multimedia educational products, development of educational softwares, develop teaching technologies, etc. ഇതൊക്കെ SIET ചെയ്യുന്ന കാര്യങ്ങളാണ്. SIET Kerala also aims to implement schemes to generate teaching technologies and learning process in the modern context. Department of Education, Ministry of Human Resource Development, Government of India sanctioned the State Institute of Education Technology for Kerala in 1998. Explain the importance of blended learning. It is a combination of offline or face-to-face learning and online learning. The student gets the benefit of traditional learning and learning through online facilities. The student enjoys both types. Here one type complements the other. Components of communication: sender or source, message or signal, medium or channel of communication, the receiver or destination. നാലും അല്പം വിശദീകരിക്കുമ്പോൾ ഷോർട്ട് നോട്ടായി. 21. 5 advantages of CAI, Computer Assisted Instruction. One-to-one interaction, anywhere learning, any mode learning, anytime learning, effective motivation, opportunity to experiment with various modalities, immediate feedback, self-pacing, privacy of students, individual attention, managing maximum number of learners, minimum cost, multi-sensory learning, self-directed learning. ഇതൊക്കെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. What is e-learning? Differentiate between synchronous and asynchronous learning. Write any 4 benefits of e-learning. എന്താണ് e-learning? അതാണ് ഒന്നാം ഭാഗം. 2. Differentiate between synchronous and asynchronous learning. അത് രണ്ടാം ഭാഗം. 3. Write any 4 benefits of e-learning. മൂന്നാം ഭാഗം. ഈ 3 ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാൽ എസ്സേക്ക് നല്ല മാർക്ക് കിട്ടും. ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുള്ള മൾട്ടി സെൻസറി ആയിട്ടുള്ള ലേണിംഗ് ആണ് e-learning അല്ലെങ്കിൽ ഇലക്ട്രോണിക് ലേണിംഗ്. എനിവെയർ, എനി ടൈം, എനി മോഡ്, എനിബഡി, എനിത്തിങ് എന്നുള്ള 5 പ്രത്യേകതകൾ ഇതിനുണ്ട്. എനി ടൈം, എനി മോഡ്, എനിബഡി, എനിത്തിങ്, എനിവെയർ. എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് കാര്യം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഏത് മോഡിൽ വേണമെങ്കിലും പഠിക്കാമെന്നുള്ളതാണ് e-learningൻ്റെ പ്രത്യേകത. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് ലേണിംഗ്. സിങ്ക്രണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം കുട്ടികൾ ഒരു സമയത്ത് ഒരുമിച്ച് വന്നിരുന്ന് ഒരു ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് പഠിക്കുന്നതാണ് സിങ്ക്രണസ് ലേണിംഗ്. അസിങ്ക്രണസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ടീച്ചർ ഒരു ലേണിംഗ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിടുന്നു. അപ്പോൾ അത് കുട്ടികൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അവരവരുടെ സൗകര്യത്തിന് അവരവരുടെ സമയത്തിന് വന്നിരുന്ന് പഠിക്കാൻ പറ്റും. വീണ്ടും വീണ്ടും കണ്ടും കേട്ടും പഠിക്കാൻ പറ്റും. അതാണ് അസിങ്ക്രണസ് ലേണിംഗ്. Write any 4 benefits of learning. It is need based. We can access a lot of content from internet and use it. It is multi-sensory delivery of lessons. So here we access the latest content. It is scalable. Scalable എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കുട്ടികൾക്ക് വേണമെങ്കിലും ഒരുമിച്ച് പഠിക്കാം. ഒരു നല്ല ഒരു ലേണർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ. ഇറ്റ് ഈസ് കോസ്റ്റ് ഇഫക്റ്റീവ്. ഇപ്പോൾ ധാരാളം കുട്ടികൾക്ക് വേണ്ടി ലേണിംഗ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് പെർ ഹെഡ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. ലെസ് ഇമ്പാക്റ്റ് ഓൺ എൻവയൺമെൻറ്റ്. എൻവയൺമെൻറ്റിൽ മാരകമായ ഇമ്പാക്റ്റ് ഇല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എസ്സേ ആണ്. വാട്ട് ഈസ് ഇൻ്റർനെറ്റ്? വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇൻ്റർനെറ്റ് ഫോർ ദ സ്കൂൾ ടീച്ചർ? 2 ഭാഗമാണ്. ആദ്യമേ ഇൻ്റർനെറ്റ് എന്താണെന്ന് പറയണം. ഒരു വെബ് സെർവറിൽ നിന്ന് കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന സംവിധാനമാണ് ഇൻ്റർനെറ്റ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇൻ്റർനെറ്റ് ഫോർ ദ സ്കൂൾ ടീച്ചർ? എന്തൊക്കെയാണ് യൂസസ്? 1. ഷെയറിങ് ഐഡിയാസ് വിത്ത് ടീച്ചേഴ്സ്, ഡെവലപ്പിംഗ്
2 ഡെവലപ്പിംഗ് കണ്ടൻറ്റ് ഫ്രം ദ ഇൻ്റർനെറ്റ്. 3 ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ഫ്രം സ്റ്റുഡൻസ്. യൂസസ്: 1 ഷെയറിംഗ് ഐഡിയാസ് വിത്ത് ടീച്ചേഴ്സ്. 2 ഡെവലപ്പിംഗ് കണ്ടൻറ്റ് ഫ്രം ദ ഇൻ്റർനെറ്റ്. 3 ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ഫ്രം സ്റ്റുഡൻസ്. 4 എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് പാൻഡമിക്, ടീച്ചിങ് വിത്ത് സൂം ഓർ ഗൂഗിൾ മീറ്റ്. 5 ഗെറ്റിംഗ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. 6 മൾട്ടിമീഡിയ കണ്ടൻറ്റ് ആൻഡ് ആനിമേഷൻ ഫ്രം ഇൻ്റർനെറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ ടീച്ചർ. ബ്ലെൻഡിംഗ് സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് മോഡ് ഓഫ് ലേണിംഗ്. 8 ഓൺലൈൻ ഷെയറിംഗ് ഓഫ് നോട്ട്സ്. 9 ഇമ്മീഡിയറ്റ് ക്ലാരിഫിക്കേഷൻ ഓഫ് ഡൗട്ട്സ്. 10 റീഡിംഗ് ഓൺലൈൻ ബുക്സ്. 11 ഫോർ ഡൂയിങ് റിസർച്ച്. 12 സോഷ്യൽ എഞ്ചിനീയറിംഗ് ത്രൂ സോഷ്യൽ മീഡിയ. 13 പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ടീച്ചേഴ്സ്. 14 കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ്, എപ്പോഴും ടീച്ചറിന് വളർന്നുകൊണ്ടേയിരിക്കാം. 15 അപ്പ് സ്കില്ലിംഗ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ സ്കിൽസൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ടീച്ചേഴ്സിന് പഠിച്ചെടുക്കാം. ഓഡിയോ, വീഡിയോ, റെക്കോർഡിംഗ്, എഡിറ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ടീച്ചറിന് ഇൻ്റർനെറ്റിലൂടെ പഠിച്ചെടുക്കും. ഡിയർ ഫ്രണ്ട്സ്, മാജിക് മോട്ടിവേഷനിലേക്ക് വന്നതിന് സ്നേഹപൂർവ്വം നന്ദി. ഈ ചാനലിലൂടെ ഇനിയും പരീക്ഷയ്ക്ക് ആവശ്യമായ കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു. സ്നേഹപൂർവ്വം, ഡോക്ടർ ജോജു ജോൺ.